ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഇക്കാലത്ത് വെൻ പീപ്പിൾ ആർ ഡൈയിങ് ലൈക്ക് വേംസ് ഇൻ ഹോസ്പിറ്റൽ ദാറ്റ് ഇൻ ICU ബെഡ്സ് ഓക്കെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഖേദകരമാണ്. ലോകം മൊത്തം ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ലോകം മൊത്തം ചുറ്റിക്കറങ്ങുമ്പോൾ പറയുന്നത് ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ്. അത് തന്നെ IMF വേൾഡ് ബാങ്കും എല്ലാം പറയുന്നത് എക്കോണമി ഇസ് ഗ്രോയിങ്. വാട്ട് അബൌട്ട് ദോസ് പീപ്പിൾ? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ആളുകൾ മരിക്കുന്നു, പുഴുക്കള കണക്ക് മരിച്ചു വീഴുന്നു. ആർക്കാണ് ഇവിടെ ഉത്തരവാദിത്വം? കേജ്രിവാളിന് പ്രധാനമന്ത്രി വഴി പറയുന്നു, പ്രധാനമന്ത്രി അങ്ങോട്ട് വഴി പറയുന്നു, ബാക്കിയുള്ള സ്റ്റേറ്റ്സെല്ലാം ഇങ്ങോട്ട് വഴി പറയുന്നു. എന്തായിരുന്നു കേരളത്തിൻ്റെ മെച്ചം? കേരളത്തിന് കൊമ്പും തുമ്പിക്കയുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വേണ്ടത്ര ഓക്സിജൻ കഴിഞ്ഞ ഒരു വർഷം ഫസ്റ്റ് വന്നപ്പോഴേ ആളുകൾ പാഠം പഠിച്ചല്ലോ. കഴിഞ്ഞ വർഷം ഈ കൊറോണ വന്നപ്പോൾ ആർക്കും അറിയത്തില്ല ഈ കൊറോണ എങ്ങനെയാണ് വരുന്നത്, ഈ വൈറസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഹുവാനിൽ നിന്ന് വന്ന് അവിടെ നിന്ന് വന്ന് ഇവിടെ നിന്ന് വന്ന് ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല. പക്ഷേ അതൊരു പാഠമായിരുന്നില്ലേ? വാട്ട് അബൌട്ട് അതർ സ്റ്റേറ്റ്സ്? ആരാ ഇതിൻ്റെ ഉത്തരവാദി? ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്നുവെച്ചാൽ ഓക്സിജൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല. ഓക്സിജൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കംസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രധാനമന്ത്രിയാണ് ഇത് നോക്കേണ്ടിയിരുന്നത്. അദ്ദേഹമായിരുന്നു ഇത് മോണിറ്റർ ചെയ്യേണ്ടിയിരുന്നത്. അല്ല ഞങ്ങൾ നിങ്ങൾക്ക് ലെറ്റർ എഴുതിയിട്ട് അവിടുത്തെ സെക്രട്ടറിമാർ ഇറങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഡൽഹിയിൽ. എല്ലാ സ്റ്റേറ്റിലേക്കും എഴുതി ഉടനെ നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ വെക്കാഞ്ഞ്? എന്താ മോണിറ്റർ ചെയ്യാഞ്ഞ്? ചെയ്യാത്ത സ്റ്റേറ്റുകൾക്ക് എന്താ നിങ്ങൾ അന്ത്യശാസനം കൊടുക്കാഞ്ഞ്? എന്നിട്ടിപ്പോൾ ആളുകൾ മരിച്ച് വീഴുന്ന ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം? ഇതിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്ക് തന്നെ, വേറെ ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ ഓക്സിജൻ വരുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകാതെ വണ്ടികൾ തിരിച്ചു വിടുന്നു. ബഹുമാനപ്പെട്ട ഡൽഹിയിൽ ഹൈക്കോടതിയിൽ ജഡ്ജി പറയുകയുണ്ടായി, അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ തൂക്കിക്കൊല്ലുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് വന്ന് ഇന്ത്യ ഇല്ലേ? എന്നിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത് പ്രധാനമന്ത്രി? ഈ ഗോയിങ് അറൗണ്ട് വിത്ത് ബെഗിങ് ബോൾസ്. ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഭിക്ഷ യാചിക്കുക. എന്തിനാ ഭിക്ഷ ഇച്ചിരി ഓക്സിജൻ തരുമെന്ന്? അവർക്കും എല്ലാം ഉണ്ട് അവിടെ അസുഖങ്ങൾ. എന്നിട്ട് അവർക്ക് എക്സസ് വന്ന സാധനം തരാമെന്ന് പറയുന്നത് തന്നുകൊണ്ടിരിക്കുന്നതും. ഇതിൻ്റെയൊക്കെ കാര്യം എന്താ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട്. താങ്കൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ? ഈ 135 കോടി ജനങ്ങളുടെ അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് വന്ന് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തല്ലേ? ഒന്നാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യവും. എന്നിട്ട് എന്താ വൈ ഐ കീപ്പിംഗ് ക്വയറ്റ്? എന്താ വൈ ഐ കീപ്പിംഗ് ക്വയറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം അത്ര അധോഗതിപ്പെട്ട ഒരു രാജ്യമാണോ? നമുക്കിവിടെ അറ്റോമിക് എനർജി കമ്മീഷനുണ്ട് ഇല്ലേ? അത് ഇന്നൊന്നും പ്രധാനമന്ത്രി മോഡി ഉണ്ടാക്കിയതൊന്നുമല്ല, നെഹ്റുവിൻ്റെ കാലത്തെ ഉണ്ടാക്കിയതാണ്. അതിലാണ് പര്യാപ്തത വന്നത്. നമ്മൾ ക്രയോജനിക് എഞ്ചിനിൻ്റെ കാര്യത്തിലേക്കും ക്രയോജനിക് എഞ്ചിൻ്റെ ആ ടെക്നോളജിയിലേക്കൊക്കെ പോയത്. നമ്പി നാരായണൻ അതിൽ പെട്ടതും കഥകളൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല പ്രധാനമന്ത്രി? അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്? അല്ല, പറ്റത്തില്ലേ? ടണ്ണ് കണക്കിന് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ISROയ്ക്ക്. എന്താ ചെയ്യാത്ത എന്താ? അല്ലെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പബ്ലിക്കായിട്ട് ചെയർമാൻ വന്ന് ഞങ്ങളോട് പറയട്ടെ. ഇത്രയും വലിയൊരു സംവിധാനമുള്ള ISROയും VSSCയും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററും ISROയും അറ്റോമിക് എനർജി കമ്മീഷൻ ട്രോംബെയിലും ബോംബെയിലും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് കുറച്ച് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് നാണക്കേടാണ്. നാണക്കേട് മാത്രമല്ല, ഈ ഓരോ മരണത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. ഓരോ വീട്ടിലെ അംഗങ്ങളെ റോഡിലിട്ടിരിക്കുക. ആശുപത്രിയിൽ സ്ഥലമില്ല. ആശുപത്രിക്കാർ SOS കോൾ കൊടുക്കുന്നു, ഇനി 2 മണിക്കൂറത്തേക്ക് ഓക്സിജൻ നിൽക്കത്തുള്ളെന്ന്. എന്നിട്ട് ആർക്കുണ്ട് അവരവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് നമ്മളെ ഫാമിലി മെമ്പർ അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നു. ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുക്കണം. വേറെ ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം ഓക്സിജൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ പറഞ്ഞില്ലെങ്കിൽ പ്രധാനമന്ത്രി ഇന്ന് തന്നെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനെ വിളിച്ചിട്ട് പറയണ ആവശ്യമുള്ള ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ മിനിറ്റുകൾക്ക് അവരുണ്ടാക്കും. മിനിറ്റുകൾക്കകം. ചന്ദ്രയാനിൽ വരെ നമ്മൾ പോയില്ലേ? അത്രയും പവർഫുള്ളായിട്ടുള്ള, അത്രയും എനർജറ്റിക് ആയിട്ടുള്ള, അത്രയും കപ്പാസിറ്റി ഉള്ള രാജ്യത്ത് കുറച്ച് ഓക്സിജൻ ഇല്ലെന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾ മരിക്കുക വെടി ഹെഡ് ഇൻ ഷെയിം. നാണിച്ച് തല താഴ്ത്തണം പ്രധാനമന്ത്രി. എന്നിട്ട് ഈ രാജ്യത്തോട് പറയണം എനിക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞേ പറ്റൂ. അത് ഈ പ്രധാനമന്ത്രിയിലെ ആ കസേരയിൽ ഏത് പ്രധാനമന്ത്രി ഇരുന്നാലും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. ബിക്കോസ് പീപ്പിൾ ആർ ഡൈയിങ്. They should not die and they cannot die.
ബട്ട് ദേ ആർ ഡൈയിങ്. എന്തിനു വേണ്ടി? ഒരു പ്രാണവായു, ഓക്സിജൻ ഇല്ല, ആളുകൾ കഷ്ടമാണ്. സിലിണ്ടർ വാങ്ങിച്ച് കൊണ്ട് ക്യൂ നിൽക്കുന്നു കുറച്ച് ഓക്സിജൻ കിട്ടാൻ. സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഓരോ ഡോക്ടർമാർ വന്നിരുന്ന് കരയുന്നു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചില ആശുപത്രികൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഡൽഹിയിൽ പ്രധാനമന്ത്രി അമിത്ഷായൊക്കെ ഈ ലോക നേതാക്കന്മാരായിട്ട് നടക്കുന്നവരുടെ മൂക്കിൻ്റെ താഴെ ഇപ്പോൾ കേജ്രിവാൾ വെച്ചില്ലെങ്കിൽ അവർക്ക് വെപ്പിക്കായിരുന്നല്ലോ ഒരു പ്ലാന്റ് വെച്ചൊക്കെ ഡൽഹിയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മേക്ക് യൂസ് ഓഫ് ഇത് ഈ ISROയിൽ ഇന്ന് തന്നെ വിളിച്ച് പറഞ്ഞ്, ഇത് ഞാൻ ISROയിൽ വിളിച്ച ഒരു സയൻറ്റിസ്റ്റായിട്ട് സംസാരിച്ചതിന് ശേഷം വെറുതെ പറയല്ല. മിനിറ്റുകൾക്കകം അവർക്ക് ഓക്സിജൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് സാറ് കയറി ഒരു FB ഇടാൻ, ചെയർമാൻ കാണട്ടെ എന്ന്, അല്ലെങ്കിൽ PM കാണട്ടെ എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കാമെന്ന്. അവർക്ക് സ്വന്തമായിട്ട് ഇത് പറയാൻ പറ്റത്തില്ല. അവരവിടെ ജോലി ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളാണ്. പറ്റത്തില്ലെങ്കിൽ ചെയർമാൻ വന്ന് പറയട്ടെ, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ. എന്തിനിങ്ങനെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ കേൾക്കുമ്പോൾ പേടിയാവും. കോടമ്പക്കത്ത് ചെന്നൈയിൽ വരെ അവർക്ക് ഇവിടെ ഇതുണ്ട് ഇല്ലേ, പെരമ്പൂർ അവിടെ ആ കോസ്റ്റൽ ഏരിയയിൽ മിനിറ്റുകൾക്ക് ഓക്സിജൻ ഉണ്ടാകും. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് തന്നെ ഇപ്പോൾ ഇടപെട്ടിട്ട് ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്. Even if I want, I can talk in English also. But I thought let the Malayalis know it. No, the Honorable Prime Minister must intervene, because we are having an Atomic Energy Commission and we are having ISRO, we are having VSSC. You just send a word. To the chairman. Produce oxygen, whatever what is necessary, and give it to all the states. Why they can't do it? Why? What is the use of this cryogenic? It should be just to send these to the space shuttle and all that thing. It is the need of the hour. They can do it, and you should see to that. Honorable Prime Minister must take the responsibility of all those people dying in this country, and also not for others to die. He must take the action to ask the chairman to start producing oxygen and give. Why go begging around all around the world for their oxygen? Why they don't need oxygen, but they are having excess, and we don't even have what we need here. So the Honorable Prime Minister must intervene, and otherwise let the chairman of the Atomic Energy Commission, such a powerful fellow, come public and tell to us that no, we have no facilities to produce oxygen. Okay, well and good. We'll everybody shut it down. Shut down the thing. Why? For whom? For whom? It is for the 135 crore people living in this country. For what else? Crores and crores of cash is being spent from the taxpayers' money. And when such a need arises, such a pandemic time, killing time, nobody knows what this virus is. People are getting vaccinated, don't even know what the contents is. But not to die, they are going and getting vaccinated in a time like this. Get oxygen. Give. Otherwise, let the chairman come and tell the people, country that no, we cannot produce. Otherwise, we'll go to court and tell. There is no doubt about it. We'll go to the court and tell. Like this Honorable High Court in Delhi said, if anybody trying to divert this oxygen trucks and all that, we'll better kill you, we'll hang you. The judge has come to that such a pathetic stage of saying whether it is in the law book or not, but he will hang you.